കാർഷിക വാർത്തകൾ. ഏഷ്യൻ മാർക്കറ്റുകളിൽ റബ്ബർ വിലയിൽ കാര്യമായ മാറ്റമില്ല. കൊച്ചിയിൽ 4ാം ഗ്രേഡ് ഷീറ്റ് വില കിലോ 185 രൂപയിൽ സ്റ്റഡിയാണ്. ക്രിസ്മസ് ഡിമാൻഡ് മുന്നിൽ കണ്ട് ഏലക്ക സംഭരണ തിരക്കിലാണ് വ്യാപാര സമൂഹം. രാജ്യാന്തര റബ്ബർ മാർക്കറ്റുകളിൽ ഉൽപ്പന്ന വിലയിൽ ഇന്ന് കാര്യമായ മാറ്റമില്ല. ജപ്പാനീസ് വിപണിയിൽ റബ്ബർ കിലോ 336 യെന്നിലാണ് വ്യാപാരം അവസാനിച്ചത്. തായ്ലാന്റിൽ പ്രതികൂല കാലാവസ്ഥ മൂലം റബ്ബർ ഉൽപാദന രംഗത്ത് പ്രതിസന്ധി തലയുയർത്തിയെങ്കിലും ടയർ നിർമ്മാതാക്കളിൽ നിന്നും ഇതര വ്യവസായികളിൽ നിന്നുള്ള ഡിമാൻഡ് മങ്ങിയത് മൂലം ഷീറ്റ് വില 19,336 രൂപയിൽ നിന്നും 19,011 രൂപയിലേക്ക് ഇടിഞ്ഞു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മഴ മൂലം റബ്ബർ വെട്ടിന് തടസ്സം നേരിട്ടെങ്കിലും വൻകിട വ്യവസായികളും ഉത്തരേന്ത്യൻ വാങ്ങലുകാരും ഷീറ്റ് വിലയിൽ മാറ്റത്തിന് തയ്യാറായില്ല. 4ാം ഗ്രേഡ് ഷീറ്റ് 18,500 രൂപയിലും 5ാം ഗ്രേഡ് 18,200 രൂപയിലും വ്യാപാരം നടന്നു. ക്രിസ്മസ് ഡിമാൻഡ് മുന്നിൽ കണ്ട് ഏലക്ക ശേഖരിക്കാൻ ലേലകേന്ദ്രങ്ങളിൽ വാങ്ങലുകാർ തിടുക്കം കാണിച്ചു. വിൽപ്പനയ്ക്കെത്തുന്ന ഏലക്കയിൽ വലിയ പങ്കും അവർ തിരക്കിട്ട് വാങ്ങിയെങ്കിലും നിരക്ക് കാര്യമായി ഉയർത്താൻ അവർ തയ്യാറായില്ല. ശരാശരി ഇനങ്ങൾ കിലോ 2,436 രൂപയിലും മികച്ച ഇനങ്ങൾ 2,712 രൂപയിലും കൈമാറി. ഏറ്റവും കുറഞ്ഞ വില കിലോ 2,231 രൂപയാണ്. മൊത്തം 89,901 കിലോ ഏലക്കായുടെ ഇടപാടുകൾ നടന്നു. ഇടുക്കിയിൽ നിന്നും അച്ചാർ നിർമ്മാണത്തിനാവശ്യമായ പച്ചക്കുരുമുളക് ശേഖരിക്കാനും വാങ്ങലുകാരുണ്ട്. നേരത്തെ കനത്ത മഴ മൂലം പല തോട്ടങ്ങളിലും കൊടികളിൽ നിന്നും വ്യാപകമായ തിരികൾ അടർന്നു വീണതിനാൽ അച്ചാർ നിർമ്മാതാക്കളിൽ നിന്നുള്ള ഡിമാൻഡിനനുസൃതമായി പച്ചക്കുരുമുളക് വരവ് ശക്തമല്ല. കിലോ 190 രൂപയ്ക്ക് വരെ പച്ചക്കുരുമുളകിന് ആവശ്യക്കാരുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അസമിൽ നിന്ന് റബ്ബർ കുരു ഇറക്കുമതി ചെയ്ത് കേരളത്തിലെ വൻകിട നഴ്സറികൾ തൈ നിർമ്മാണത്തിന്റെ 2ാം സീസണിലേക്ക് വേണ്ട കുരു നിലമ്പൂരിൽ നിന്ന് കിട്ടാതെ വന്നതോടെയാണ് അസമിനെ ആശ്രയിക്കുന്നത്. കേരളത്തിൽ മാത്രം വർഷം 25 ലക്ഷത്തോളം റബ്ബർ തൈകളാണ് ആവശ്യമുള്ളത്. അസമിൽ നിന്ന് റബ്ബർ കുരു ഇറക്കുമതി ചെയ്ത് തൈ നിർമ്മാണം തുടരുകയാണ് കേരളത്തിലെ വൻകിട നഴ്സറികൾ. 2ാം സീസണിൽ ആവശ്യമായ കുരു നിലമ്പൂരിൽ നിന്ന് ലഭിക്കാതായതോടെയാണ് അസമിനെ ആശ്രയിക്കുന്നത്. കിലോയ്ക്ക് 300 രൂപയും വിമാനക്കൂലി 102 രൂപയും വരുമ്പോൾ ചെലവ് നഴ്സറികൾക്ക് വലിയ ഭാരമാണ്. റബ്ബർ തൈ നിർമ്മാണത്തിന് 2 സീസണുകളുണ്ട്. ജൂലൈ ഓഗസ്റ്റിൽ തുടങ്ങുന്നതാണ് ഒന്ന്. ഒക്ടോബർ നവംബറിൽ 2ാം സീസൺ തുടങ്ങും. 70 മുതൽ 80% വരെ മുളയ്ക്കുന്ന ഗുണമേന്മയാണ് നിലമ്പൂർ കുരുവിനുള്ളത്. എന്നാൽ പുറത്തുനിന്നുള്ള കുരുവിന്റെ അതിജീവനശേഷി കുറവാണെന്ന് നഴ്സറിക്കാർ പറയുന്നു. അസമിൽ 2 ടൺ കുരു ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് നഴ്സറി ഉടമകൾ പറഞ്ഞു. മുളപ്പിച്ച ശേഷം മികച്ച മാതൃസസ്യങ്ങളിൽ നിന്ന് കമ്പ് ബഡ് ചെയ്ത് തൈകൾ തയ്യാറാക്കുന്ന രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് RRII 429 ഇനം തൈകളാണ് ബോർഡ് ശുപാർശ ചെയ്യുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി തൈ വിതരണം ചെയ്യുന്നത് കേരളത്തിലാണ്. അതിനാൽ 2 സീസണിലും തൈ നിർമ്മാണം മുടങ്ങാതിരിക്കാൻ കുരുവിന്റെ ലഭ്യത ഉറപ്പാക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മണ്ഡലകാലം ആരംഭിച്ചതോടെ പച്ചക്കറി വിലയിൽ വൻ കുതിപ്പ്. 2 ആഴ്ചയ്ക്ക് മുൻപ് 10ഉം 20ഉം രൂപയ്ക്ക് ലഭിച്ചിരുന്ന പല പച്ചക്കറികളുടെയും വില നിലവിൽ 50 രൂപയ്ക്കും മുകളിലാണ്. മണ്ഡലകാലത്ത് പുറമെ ഇടവിട്ടുള്ള മഴയും പച്ചക്കറി വിലയെ പ്രതികൂലമായി ബാധിച്ചു. മുരിങ്ങക്കായ്ക്കും തക്കാളിക്കുമാണ് തീവില. 2 ആഴ്ച മുമ്പ് വരെ കിലോയ്ക്ക് 100 രൂപ മുതൽ 120 രൂപയായിരുന്ന മുരിങ്ങക്കായ 200 മുതൽ 250 രൂപയ്ക്കാണ് പാളയത്തെ മൊത്ത വ്യാപാര കേന്ദ്രത്തിൽ എത്തുന്നത്. ചില്ലറ വ്യാപാര കേന്ദ്രങ്ങളിൽ 300 കടക്കും. തക്കാളിക്ക് 50 മുതൽ 60 രൂപ വരെയായി. നാട്ടിൻപുറത്തെ കടകളിൽ 70 മുതൽ 80 രൂപയ്ക്കാണ് വിൽക്കുന്നത്. വെണ്ട, പാവയ്ക്ക, ഉരുളക്കിഴങ്ങ് എന്നിവയുടെ വിലയും ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച കിലോ 50-ന് ലഭിച്ചിരുന്ന വെണ്ടയ്ക്ക് 75 മുതൽ 80 രൂപ വരെയായി. പാവയ്ക്കയുടെ വില ഒറ്റയടിക്ക് 35-ൽ നിന്ന് 45 രൂപയായി. അതേസമയം ഉള്ളി, ചേന, ചേമ്പ്, എളവൻ, വെള്ളരി എന്നിവയുടെ വിലയിൽ വർധന ഉണ്ടായിട്ടില്ല. ശബരിമല സീസണിന് പുറമെ മഴയെ തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി ലോഡ് കുറഞ്ഞതും വിലക്കയറ്റത്തിന് കാരണമായിട്ടുണ്ട്. പല ഇനങ്ങളും കിട്ടാനില്ലെന്നാണ് പാളയത്തെ കച്ചവടക്കാർ പറയുന്നത്. കഴിഞ്ഞ മാസം മഴയെ തുടർന്ന് പച്ചക്കറികൾക്ക് വില കൂടിയിരുന്നു. ശബരിമല സീസണായതിനാൽ വരും ദിവസങ്ങളിലും വില ഉയരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിൽ തേങ്ങ വില കുത്തനെ താഴുന്നു. തമിഴ്നാട് തേങ്ങ വാങ്ങൽ നിർത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. മലബാർ മേഖലയിൽ ആയിരക്കണക്കിന് ടൺ തേങ്ങ കൂട്ടിക്കിടക്കുന്ന സ്ഥിതിയാണിപ്പോൾ. വില ഇടിഞ്ഞതിന് പിന്നിൽ തമിഴ്നാട് ലോബിയുടെ ഇടപെടലാണെന്നാണ് വ്യാപാരികളുടെ ആരോപണം. ഒക്ടോബർ മുതൽ ജനുവരി വരെയാണ് സാധാരണ തേങ്ങയ്ക്ക് കൂടുതൽ വില ലഭിക്കുന്ന കാലം.
എന്നാൽ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ തന്നെ തേങ്ങയുടെ വില 17 രൂപ ഇടിഞ്ഞു. 75 രൂപ വില വന്നിരുന്ന പച്ചത്തേങ്ങ ഇപ്പോൾ കിലോയ്ക്ക് 58 രൂപ മാത്രമാണ്. നാളികേര വിലയും 88 രൂപയിൽ നിന്ന് താഴ്ന്നു. വെളിച്ചെണ്ണയുടെ വിലയും തുടർച്ചയായി കുറയുകയാണ്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം എണ്ണമില്ലുകൾ പ്രവർത്തിക്കുന്നത് തമിഴ്നാട് തിരുപ്പൂരിനടുത്തുള്ള കങ്കായമാണ്. കേരളത്തിൽ വ്യാപാരികൾ എടുക്കുന്ന പച്ചത്തേങ്ങ കങ്കായത്തേക്കാണ് പോകുന്നത്. ഇത് കൊപ്രയ്ക്ക് ശേഷം വെളിച്ചെണ്ണയാക്കി കയറ്റുമതി ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. കേരളത്തിൽ നിന്നുള്ള പച്ചത്തേങ്ങ ഇവിടേക്കാണ് കൂടുതലും പോകുന്നത്. എന്നാൽ കനത്ത മഴ കാരണം കേരളത്തിൽ നിന്നുള്ള പച്ചത്തേങ്ങ സ്വീകരിക്കുന്നത് ഇവിടെയുള്ള മില്ലുകാർ താൽക്കാലികമായി നിർത്തിവെച്ചു. ഇതോടെ വ്യാപാരികളും നാളികേര കർഷകരും വലിയ പ്രതിസന്ധിയിലായി. തേങ്ങയുടെ വില താഴാൻ തമിഴ്നാട് ലോബി പ്രവർത്തിക്കുന്നതായാണ് വ്യാപാരികൾ ആരോപിക്കുന്നത്. സർക്കാർ അടിയന്തര ഇടപെടൽ വേണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 186, RSS 5 181, ലാറ്റക്സ് 126, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 220, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾ 71,300, കുരുമുളക് അൺഗാർബിൾ 69,300, ഏലക്ക 2,300 മുതൽ 2,400 വരെ, വെളിച്ചെണ്ണ 34,600, കൊപ്ര 21,600, ചുക്ക് 24,000.